ഹലോ. അപ്പോൾ 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു സെലിബ്രേഷനാണ് നമ്മുടെ ഹോളി എന്ന് പറഞ്ഞാൽ. അതായത് ആജി ഹോളി, ഫായി ഹോളി, പേറ ഉക്കോളി. തുടങ്ങിയത് നമ്മുടെ ഫ്രൈഡേ ആണ്. നമ്മുടെ ഈ പൂജാരി വന്ന് ഏതെങ്കിലും വീട്ടിൽ 2 കവുങ്ങ് പൂജ ചെയ്ത് ആരതി ഒഴിഞ്ഞ് വെട്ടിയെടുക്കും. എന്നിട്ട് ഈ പിള്ളേരെല്ലാം കൊണ്ടിങ്ങനെ തോളത്തൂക്കി നമ്മുടെ അമ്പലത്തിലെല്ലാം പ്രദക്ഷിണം വെച്ച് പിന്നെ രാത്രിയിലത്തെ അമ്പലത്തിലെ എല്ലാ പൂജയും കഴിഞ്ഞ് പൂജാരി വന്ന് ഇതിനെ കത്തിക്കുന്നതാണ് ഒരു ചടങ്ങെന്ന് പറയുന്നത്. സെക്കൻഡ് ഡേ ഒന്നുമില്ല, തേർഡ് ഡേ ഉണ്ട്, ഞാൻ പറയാം. അതായത് ഇതിങ്ങനെ കുത്തി നിർത്തി കത്തിക്കും. അതാണ് ഫസ്റ്റ് ഡേയുടെ ചടങ്ങ്. ഹോളിക ദഹനം അല്ലെങ്കിൽ കാമദഹനം എന്നാണ് ഇതിന് പറയുന്നത്. 2 കവുങ്ങ് കോൺസെപ്റ്റ് ചെയ്യുന്നത് ഒന്ന് ഭാര്യയും മറ്റേത് ഭർത്താവുമായിട്ടാണ്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കഥ എന്ന് വെച്ചാൽ എനിക്ക് വലുതായിട്ടൊന്നും പറയാൻ അറിയില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡേയുടെ ആ ഒരു ഇത് വരുന്നത്. ഇത് ആ ഒരു കവുങ്ങിന് ഞങ്ങളുടെ ഭാഷയിൽ പറയുന്നത് മടി എന്നാണ്. അത് കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ പറ്റിക്കും എന്നാണ് പറയുന്നത്. അതായത് എന്താ ഇവിടെ എങ്ങനെയെന്ന് ചോദിച്ചാൽ ബോധു എന്ന് പറയും. അതാണ് ഫസ്റ്റ് ഡേയുടെ എന്ന് പറയുന്നത്. ഇതിനെക്കാട്ടിലും വലിയ ആഘോഷമാണ് നമ്മുടെ കൊച്ചി മട്ടാഞ്ചേരി ഗോശ്രീപുരം അമ്പലത്തിൽ വരുന്നത്. അയ്യോ, അത് പറയാനേ വയ്യ. കുറേ ടൂറിസ്റ്റായിട്ടും കുറേ പേര് വരാറുണ്ട് അവിടെ ഹോളിക്ക്. പിന്നെ എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു രൂപം കത്തിക്കും. അതിനെ പറയുന്നത് ഫൊദ്ദോ എന്നാണ് അതിനെ പറയുന്നത്. അതിനെ നമ്മുടെ ഈ പപ്പാനീനെ കത്തിക്കുമല്ലോ, അതുപോലെ തന്നെ വേറൊരു ഇതുപോലെയാണ് അവിടെ ഫൊദ്ദോനെ കത്തിക്കുന്നത്. വലിയൊരു രൂപം ഉണ്ടാക്കി അതിനെ കത്തിക്കും. പിന്നെ അവിടെ കുറേ പാട്ടെല്ലാം ഉണ്ട്. ഓരോരുത്തരെയും കളിയാക്കിയെല്ലാം പാട്ട് അമ്മ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എൻ്റെ അമ്മ കൊച്ചിക്കാരിയാണ്. അവിടെ വലിയ ആഘോഷമാണെന്നില്ല. ഞങ്ങൾ പോയിട്ടില്ല, കാരണം ഇവിടെ അവിടെ ഒരേ ദിവസം ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ പോകാൻ പറ്റാറൊന്നുമില്ല. അതുപോലെ തന്നെയാണ് ഉത്സവം വരുന്നത്. ഉത്സവം ഒരേ ദിവസമാണ്. ഒരേ ദിവസം കൊടിയേറും, ഒരേ ദിവസം ഉത്സവം, അങ്ങനെയാണ്. അപ്പോൾ കൊച്ചിക്കാർക്ക് നമ്മുടെ ആലപ്പുഴയും വരാൻ പറ്റത്തില്ല, ആലപ്പുഴക്കാർക്ക് കൊച്ചിയും പോകാൻ പറ്റത്തില്ല. കൊച്ചിയിലാണ് വീടെങ്കിൽ അങ്ങനെ പോകുന്ന ആൾക്കാരുമുണ്ട്. പക്ഷേ ഞാൻ ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ അതാണ് ഫസ്റ്റ് ഡേയുടെ ചടങ്ങ് എന്ന് പറഞ്ഞാൽ. സെക്കൻഡ് ഡേ വരുന്നത് ഒന്നുമില്ല. തേർഡ് ഡേ എന്ന് പറഞ്ഞാൽ നമ്മുടെ സൺഡേ ആയിരുന്നു. സൺഡേ നമ്മുടെ ഈ ഭൂതപ്രേതങ്ങൾക്ക് ചോറ് കൊടുക്കാനായിട്ട് അരി മേടിക്കാനായിട്ട് അമ്പലത്തിൽ നിന്ന് വരാറുണ്ട്. കണ്ടോ, ഇങ്ങനെ കൊട്ടി പിന്നെ നമ്മുടെ ഈ ഒരു പാത്രവുമായിട്ടാണ് വരുന്നത്. അപ്പോൾ വീട്ടിൽ വെക്കുന്ന ഏത് ചോറായോ അല്ലെങ്കിൽ അരിയോ ആണെങ്കിലും നമുക്ക് കൊടുക്കാം. അതും മഞ്ഞൾപ്പൊടിയായിട്ടാണ് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി ഞാൻ എടുത്തില്ല. ചോറ് മാത്രമായിട്ടാണ് കൊടുക്കുന്നത്. അരി മാത്രമായിട്ടാണ് കൊടുക്കുന്നത്. എനിക്ക് ഇങ്ങനത്തെ ഒരു ചടങ്ങ് അല്ലെങ്കിൽ നമ്മുടെ കുറേ നല്ല നല്ല ആ ഒരു ഇതെല്ലാം ഉണ്ട് നമ്മുടെ ഒരു ഇതിൽ. അപ്പോൾ എനിക്കതെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നതും എനിക്ക് അത്രയ്ക്ക് താല്പര്യമുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ഇങ്ങനെ ഓരോ വീടുകളിലും അവരിങ്ങനെ പോയി അരി മേടിക്കും. എന്നിട്ടത് വേവിച്ച് നമ്മുടെ മഞ്ഞൾപ്പൊടിയായിട്ടെല്ലാം കലക്കി ഇങ്ങനെ ഓരോ മൂലയ്ക്കും ചോറിട്ടിട്ട് അതിനകത്തോട്ട് ഇങ്ങനെ നമ്മുടെ ഒരു കമ്പിൽ തുണി ചുറ്റി കത്തിച്ച് വെക്കും. അങ്ങനെയാണ്. അന്ന് വൈകിട്ടാണ് വരുന്നത് ഈ ഒരു ഹോളിയുടെ ആ ഒരു ആഘോഷം വരുന്നത്. വെള്ളത്തിലും കളറിലും മുങ്ങിയായിരിക്കും എല്ലാ പിള്ളേരും. ആരുവിനെ അവിടെ വിടേണ്ട താമസം, അവൻ എങ്ങോട്ട് ഓടി പോകുന്നതെന്ന് പോലും പറയാൻ പറ്റില്ല. പിന്നെ അതെല്ലാം ആ ഒരു ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ പന്നീര് തളിക്കാനായിട്ട് ആനയിച്ചുകൊണ്ട് വരുവാണ്. അതേ അമ്പലത്തിൻ്റെ ആ ഒരു അവിടെ നിന്നും ഇങ്ങോട്ട് നടന്നു വരുവാണ്. അതിങ്ങനെ കൊട്ടും ഇതെല്ലാം ആയിട്ട് ആനയിച്ചുകൊണ്ട് വരുവാണ്. ആ ചേട്ടൻ്റെ തലയിലാണ് ആ ഒരു പന്നീര് തളിക്കുന്ന ഇത് വരുന്നത്. അമ്പലത്തിലാണെങ്കിൽ വലിയൊരു ചെറുപ്പത്തിൽ നമ്മുടെ ചുണ്ണാമ്പും മഞ്ഞൾപ്പൊടിയും കലക്കിയിട്ടുള്ള വെള്ളം ഇതാണ് ആ ഒരു വെള്ളം എന്ന് പറയുന്നത്. ഇത് വെച്ചാണ് നമ്മുടെ ഹോളിയുടെ ആഘോഷമായിട്ട് കുളിപ്പിക്കുന്നത്. പിന്നെ അവർക്ക് നമ്മുടെ പുറത്തെ എല്ലാ ആ ഒരു കളികളും കളർമേക്കലും എല്ലാ പിള്ളേരും അങ്ങോട്ട് വന്ന് നമ്മുടെ ദൈവത്തിനെ തൊഴും. എന്നിട്ട് 3 ചുറ്റാണ് കിട്ടുന്നത്. ആ ഒരു പാട്ടാണ് കേൾക്കുന്നത്. ആ പാട്ട് പാടി തന്നെ എല്ലാവരും എടുക്കും. രണ്ടാമത്തെ ചുറ്റിനാണ് നമ്മൾ ആ കാണിച്ച പന്നീര് കളിക്കുന്നത്. അത് കളിച്ചു കഴിഞ്ഞാൽ ആ ഒരു
ലാസ്റ്റ് ഒരു ചുറ്റും കൂടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നേരെ പോകുന്നത് ഇതാണ് ആ പനിനീര് കളിക്കുന്നത്. എല്ലാവരുടെയും നല്ല മണമായിരുന്നു, നല്ല ഒരു റോസിൻ്റെ സ്മെല്ലായിരുന്നു ഇതിന്. അപ്പോൾ അതെല്ലാം കളിച്ച് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ചുറ്റിനാണ് ഇവരെല്ലാം പോകുന്നത്. അതും കഴിഞ്ഞാൽ പിന്നെ നേരെ പോകുന്നത് നമ്മുടെ ആ ഒരു ചെരുവത്തിൽ വെള്ളം വെച്ചിരിക്കുന്ന അവിടെയാണ്. അപ്പോൾ നിങ്ങളെല്ലാം പോയി കണ്ടിട്ട് വേണം. നമ്മുടെ മേത്ത് എല്ലാം ഒഴിക്കുക. അവർ അവിടെ നിൽക്കുന്നത് ആരാന്ന് നോക്കത്തോ. എനിക്ക് ഈ ഒരു വോയിസ് ഓവർ ചെയ്യുമ്പോൾ പോലും ഭയങ്കര ചിരിയാണ് വരുന്നത്. കാരണം നമ്മുടെ മേത്തെല്ലാം വെള്ളം ഒഴിക്കുമ്പോൾ നമുക്ക് ചിരി വരുമല്ലോ, സ്വാഭാവികം, നമ്മളറിയാതെയാണ്. അപ്പോൾ എല്ലാവരും ആ ഒരു ചെരുവത്തിലെ വെള്ളം എടുക്കാറുണ്ട്. കാരണം അത് പേടിച്ചതാണ്. നമ്മുടെ വീട്ടിൽ വന്നാൽ കളിച്ചാലും നല്ലതാണെന്നാണ് പറയുന്നത്. സോ അപ്പോൾ ഞാനിത് വെള്ളമെല്ലാം എടുത്ത് ഞങ്ങൾ പിന്നെ വീട്ടിലെല്ലാം പോയി. പിന്നെ ഇത് എല്ലാവരും അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഓരോ വീട്ടിലും പോയി വെള്ളം, അതായത് വെള്ളം ബക്കറ്റിൽ ഒഴിച്ച് വെച്ച് കാണുമ്പോൾ ഞങ്ങളെല്ലാവരും ആ ഒരു ബക്കറ്റിൽ ചുണ്ണാമ്പും മഞ്ഞൾപ്പൊടിയും എല്ലാം കലക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ചുണ്ണാമ്പിട്ടില്ല, കാരണം ഓരോരുത്തർക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ലല്ലോ, നമ്മുടെ സ്കിന്നെല്ലാം ഭയങ്കര കൊള്ളും. സോ ഞാൻ മഞ്ഞൾപ്പൊടി മാത്രമായിട്ടാണ് കലക്കി വെച്ചത്. അപ്പോൾ എല്ലാവരും ഓരോ വീട്ടിലും ഞാൻ കുളിക്കാനായിട്ട് വന്നിട്ടാണ്. ലാസ്റ്റ് എല്ലാ വീട്ടിലും വേറൊന്നുമില്ല. അപ്പോൾ എല്ലാവരും കുളിക്കാനായിട്ട് ഇങ്ങനെ ഓരോ വീടുമായിട്ട് പോവാണ്. അപ്പോൾ ആ ഒരറ്റം പോയിട്ടാണ് ഇങ്ങോട്ട് ഞങ്ങളുടെ ആ ഒരു ഏരിയയിൽ വരുന്നത്. അതായത് ആ റോഡറ്റം പോയിട്ട് തിരിച്ചു വരും. അതെ, നമുക്ക് അതങ്ങനെ പ്ലീസ് ആ വീഡിയോ എടുത്തതോ. അപ്പം ഞങ്ങളുടെ അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ മുത്തച്ഛൻ, പുള്ളിക്കാരൻ്റെ ഇരട്ടപ്പേരെന്ന് പറയുന്നത് പട്ടാളം എന്നാണ്. അപ്പം എല്ലാ സ്വാഭാവികമായിട്ട് തലമുറ മാറി മാറി വരുമ്പോഴും പട്ടാളം എന്ന് തന്നെയായിരിക്കും. അപ്പോൾ ഇവിടെ മണ്ണ് കൊണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് കുളിക്കാനായിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ദിൻസാളിയോ പട്ടാളം വെള്ളം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് കഴിക്കാൻ ചിരി വന്നിട്ട് വരില്ല. അപ്പോൾ ഓരോ വീടുകൾ കഴിഞ്ഞ് ഈ ഒരു ഏരിയ കഴിഞ്ഞു അവർ പിന്നെയും കുളിക്കാനായിട്ട് പോവാണ്, ഓരോ വീട്ടിലും കയറി. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഇനിയും കൂടുതൽ വീഡിയോ ഇടാൻ ശ്രമിക്കാൻ. കാണണം, കഴിഞ്ഞ ആഴ്ച ഒട്ടും വയ്യായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ. എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ. ബൈ.